ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയൻസ് അപ്പോൾ പുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന വീഡിയോ ഒരു 18K ബഡ്ജറ്റ് വരുന്ന ഫോണിൽ ഷൂട്ട് ചെയ്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ബ്ലറും അതേപോലെ സബ്ജക്റ്റ് ഫോക്കസും സംഭവങ്ങളൊക്കെ കറക്റ്റ് എഡ്ജ് ഡിറ്റക്ഷനും ഒക്കെ. അപ്പോൾ അതാണ് നമ്മുടെ പുതിയ ഫോൺ. ഞാൻ വാങ്ങിച്ച പുതിയ ഫോണാണിത്. നമ്മുടെ ഓപ്പോയുടെ K13 5G എന്ന് പറഞ്ഞൊരു ബഡ്ജറ്റ് മൊബൈലാണ്. പക്ഷേ ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. ഒരു രക്ഷയില്ലാത്ത ക്യാമറ ക്വാളിറ്റിയാണ്. ഇപ്പോൾ ലൈറ്റ് കുറവുള്ള സമയമാണ്, ഏകദേശം ഒരു വൈകുന്നേരം ആവാറായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ചിലപ്പോൾ ചെറുതായിട്ട് ഗ്രെയിൻസൊക്കെ ഉണ്ടാവും. രാവിലെയൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ക്യാമറ ക്വാളിറ്റിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ചെറിയ അൺബോക്സിങ് സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അൺബോക്സിങ് സംഭവങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. എന്നാലും ജസ്റ്റ് ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പെട്ടെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇത് ആ ഒരു ഫോൺ, അതായത് നമ്മുടെ ഈ ഒരു ഫോണിലത്തെ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാനൊക്കെ കുറയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ക്യാമറ കണ്ടിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഫോൺ എടുക്കാൻ കാരണം എനിക്ക് മെയിനായിട്ട് ക്യാമറയാണ് ആവശ്യം, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സംഭവമൊക്കെ. പക്ഷേ ഇത് ഓൾറൗണ്ട് ഫോണാണ്. ഏത് സംഭവം നോക്കിയാലും അടിപൊളി സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ചെറിയ പെട്ടി. പിന്നെ അപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ഓപ്പോ K13. അപ്പോൾ ഫോക്കസ് സെക്കൻഡ് നോക്കട്ടെ, ഫോക്കസ് ആയോ? അപ്പോൾ ഇതാണ് ഫോൺ, ഓപ്പോ K13 5G ഫോണാണ്. ഒരു 18,000 രൂപയാണെന്നാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലെ പ്രൈസ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫോണുണ്ട്. ഫോൺ അവിടുത്തെ ഓൾറെഡി ഞാൻ അടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. കേസ് നല്ല ക്വാളിറ്റി കേസാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ വേറെ സംഭവങ്ങളൊന്നുമില്ല. സിം ഇജക്ടർ നമ്മുടെ ഓപ്പോയുടെ പ്രത്യേക ഷേപ്പുള്ള സിം ഇജക്ടർ ടൂളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിം ഇജക്ടർ ടൂള്. ഇതുപോലെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജർ 80 വാട്ടിൻ്റെ ചാർജറാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. 80 വാട്ടിൻ്റെ ഫ്ലാഷ് പ്രൂഫ് ചാർജറിങ് ആണ്. അതായത് ഒരു ഫാസ്റ്റ് ചാർജ് ചാർജർ. പിന്നെ അതുപോലെ തന്നെ ഇത് ബാറ്ററി എന്ന് പറഞ്ഞാൽ 7000 mAh ബാറ്ററിയാണ്. അതായത് 1.5 ദിവസം 2 ദിവസമൊക്കെ ഈസി ആയിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് അതേപോലെ തന്നെ ചാർജ് കഴിഞ്ഞാൽ തന്നെ ഇതുകൊണ്ട് 80 വാട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചാർജ് ചെയ്യാനും പറ്റും. അടിപൊളി സംഭവമാണ്. ടോട്ടൽ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്പെക്ക് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്പെക്ക് പറഞ്ഞതിന് ശേഷം മൊബൈൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 4 ആണ്. ഒരു രക്ഷയില്ലാത്ത ഗെയിമിംഗ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കും. പിന്നെ അതുപോലെ തന്നെ 7000 mAh ബാറ്ററി നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ 80 വാട്ടിൻ്റെ ഫ്ലാഷ് ഫോക്ക് ചാർജിങ്ങും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഫോൺ എന്ന് പറയുന്നത്. ഓപ്പോയുടെ K13 5G എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഈ ഒരു വയലറ്റ് പോലത്തെ കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ബാക്കിൽ ചെറുതായിട്ട് ഒരു ഡിസൈൻ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ ഉണ്ട്. സ്റ്റിക്കർ എന്തായാലും കുഴിഞ്ഞ് കളയാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കേസ് ഉണ്ട്. കേസും ഈ ഒരു സെയിം കളർ തന്നെയാണ്. ഇത് നല്ല ക്വാളിറ്റി റബ്ബർ കേസാണ്. സാധാരണ നമ്മുടെ ഫോണിലൊന്നും കാണുന്ന പോലത്തെ മറ്റേ പ്ലെയിൻ ആയിട്ടുള്ള സംഭവമല്ല. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന നല്ല റബ്ബർ കേസ്, നല്ല ഈ ഒരു സെയിം കളർ തന്നെ. അപ്പോൾ ഇതിൻ്റെയും ബാക്കിൽ സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ജസ്റ്റ് ഒന്ന് വിരിഞ്ഞ് കളയാം. അപ്പോൾ അതിൻ്റെ അടിയിലും താഴത്ത് ഇങ്ങനെ ഒപ്പോന്ന് എഴുതിയിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് കവറൊന്ന് ഇട്ട് നോക്കാം. കവർ ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു ലുക്കായിരിക്കും വരാം. നല്ല അടിപൊളി ലുക്കാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഇതാണ് മോൾ ഭാഗം. നമുക്ക് IR ബ്ലാസ്റ്റർ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് TV-യുടെ റിമോട്ടായിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് Type-C ചാർജിങ് ആണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. പിന്നെ ഇവിടെ ഇപ്പോഴത്തെ സൈഡിൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനും. പിന്നെ അതുപോലെ തന്നെ പവർ ബട്ടനും. അപ്പോൾ ഡിസ്പ്ലേ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്താണ്. നല്ല യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയാണ്. അതായത് ഇങ്ങനെ ചെറിയ അനിമേഷൻ പോലെ ഉണ്ട്. പക്ഷേ നമുക്ക് നല്ല സ്മൂത്ത് ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഞാനിപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ്സിലാണ് ഇട്ടേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പുറത്തൊക്കെ പോയാൽ സൺലൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് വലിയ വിഷയമില്ല, നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ബാക്കിൽ 15 MP, പിന്നെ അതുപോലെ 2 MP ഉള്ളത്. ക്യാമറ ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത ക്യാമറ ക്വാളിറ്റിയാണ്. കുറച്ച് സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ക്യാമറ കണ്ടിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഫോൺ എടുക്കാൻ കാരണം. ക്യാമറ മാത്രമല്ല ബാക്കിയെല്ലാം ഇതിൻ്റെ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 16 MP. ഇതിൽ രണ്ടിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട് വേണ്ട സംഭവമായിരുന്നത്. അപ്പോൾ അത് രണ്ടും ഇതിൽ പറ്റും. ബാക്കിൽ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ 1080p ആണ് മാക്സിമം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ടോട്ടൽ സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ക്യാമറയിലത്തെ വീഡിയോ ക്വാളിറ്റി. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്തത് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ നിങ്ങൾക്ക് നോക്കിയാണ് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറയിലത്തെ വീഡിയോ ക്വാളിറ്റി കൂടി കാണിച്ചത്.
ഫ്രണ്ട് ക്യാമറയിൽ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ടുള്ള വീഡിയോസ് ഇതേപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ബ്ലറാണ്, അതായത് നല്ല സബ്ജക്റ്റൊക്കെ നല്ല രീതിയിൽ ഫോക്കസ്. പിന്നെ ഇതിലെടുത്ത കുറച്ച് പോർട്രേറ്റ് ഫോട്ടോസും കൂടി കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാണ് കളറൊക്കെ ഒരു രക്ഷയില്ലാത്ത കളറാണ്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും നല്ല അടിപൊളിയാണ്. എനിക്ക് ടോട്ടൽ ക്യാമറ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ക്യാമറ മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ സംഭവങ്ങൾ നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 Gen 4 ആണ് ഇതിൻ്റെ പ്രൊസസ്സറും. അത് ഗെയിമിങ്ങിനൊക്കെ ബെസ്റ്റാണ്. പിന്നെ VC ഉണ്ട്, അതായത് വേപ്പർ കൂളിംഗ് ഉണ്ട്. അതുകൊണ്ട് ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവുന്ന സംഭവങ്ങളൊന്നുമില്ല. ഗെയിമിംഗ് റിവ്യൂ അതുപോലെ തന്നെ ക്യാമറ റിവ്യൂ സെപ്പറേറ്റ് ആയിട്ട് ആടാം. ഞാൻ ഇപ്പോൾ 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നപ്പോൾ ചാർജും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കും. 7000 mAh എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ചാർജാണ്. അപ്പോൾ 210 ആ റേഞ്ചാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പക്ഷേ ഭയങ്കര ഹെവി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് ഫസ്റ്റ് തന്നെ യൂസ് ടു ആയി, അതായത് വാങ്ങിച്ചപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ വലിയ വെയിറ്റ് ഒന്നും തോന്നിയില്ല. എൻ്റെ ഇതിൻ്റെ മുമ്പത്തെ ഫോൺ പോക്കോ M4 Pro ആയിരുന്നു. അതിന് 180 എത്രയാണ്ടായിരുന്നു വെയിറ്റ് വന്നത്. അപ്പോൾ ഇത് എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഫോൺ. ടോട്ടൽ അടിപൊളി ഫോണാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പുതിയൊരു വാൾപേപ്പർ ഇട്ടാണ് പോക്കുൻ്റെ. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറേജ് 128 GB ഞാൻ എടുത്തേക്കുന്നത്. അതുപോലെ 8 GB റാമാണുള്ളത്. പ്രൈസ് 18 ഓഫറൊക്കെ ബാങ്ക് ഓഫറൊക്കെ എൻ്റെ കയ്യിലും കുറച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ചെറിയൊരു അൺബോക്സിങ് പ്ലസ് ഫസ്റ്റ് ഇംപ്രഷനാണ്. ഇത് റിവ്യൂ ആയിട്ടൊന്നും കിട്ടണ്ട. റിവ്യൂ നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഇടാം. അതേപോലെ തന്നെ ക്യാമറ റിവ്യൂ എന്തായാലും ചെയ്യാം, കാരണം രക്ഷയില്ലാത്ത ക്യാമറയാണ്. അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് സംഭവങ്ങൾക്ക് നിങ്ങൾ താഴത്ത് കമൻറ്റിൽ ഇട്ടാൽ മതി. നേരത്തെ ഉണ്ടായാലും നമ്മൾ വീഡിയോ